പുറത്തെ കാഴ്ചയൊക്കെ കണ്ടു നോക്കി, മൊത്തം മഞ്ഞാണ്. അപ്പുറത്ത് വരുന്ന വണ്ടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷെ ചില സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഒട്ടും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ കണ്ടോ നല്ല മഞ്ഞ കേട്ടോ. മഞ്ഞെന്ന് പറഞ്ഞാൽ മഞ്ഞും മഴയെല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എല്ലാ വെള്ളച്ചാട്ടവും കാണാൻ പറ്റും. മഞ്ഞാണ്, നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇപ്പൊ ടെമ്പറേച്ചർ അറൗണ്ട് 22 ഡിഗ്രി ഒക്കെയാണ് ഇപ്പൊ ടെമ്പറേച്ചർ പുറത്തേ ഉള്ളത്. നല്ല തണുപ്പുണ്ട്. മഴ കാരണം പിന്നെ ഞങ്ങൾ ഗ്ലാസ് അകത്തായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ AC ഒക്കെ ഓഫ് ചെയ്ത് മഴ കുറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവി ഞങ്ങൾ അടിപൊളി ഒരു സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ല അരുവി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഇവിടെ ഞങ്ങളിങ്ങനെ വണ്ടിയൊക്കെ നിർത്തി. ഇവിടെ ഒരു മരം ഉണ്ട് കേട്ടോ, ഒരു അടിപൊളി ഒരു മരം നോക്കി. എങ്ങനെയുണ്ട് വെള്ളം? ഏയ് മോങ്കഴല്ലേ മോങ്കഴല്ലേ. വണ്ടിയിൽ മാറിക്കാലേ ചെളി തെറിക്കും, വണ്ടിയിൽ മാറിക്കാലേ വെള്ളം തെറിക്കും. വണ്ടി വരുന്നുണ്ട് മാറിക്കോ. ഇപ്പൊ ഒരു സീനുണ്ട് ഗൈസ്, നോക്കിയോ. രക്ഷോട്ട് വിടാ. നല്ല വെള്ളം അല്ലേ. ഡാൻ ഡാൻ ദാവി ഷോർട്സ് ഇടണം മുത്തിനെ. ഞാൻ എന്റെ പാൻറ്റൊക്കെ നനയ്ക്കണം അച്ഛന് വേണ്ടി ഒരു ഫോട്ടോ വീഡിയോന്. യെസ് പൊട്ടറ്റോ ചെല്ലി. അപ്പം ഞങ്ങള് വാഗമൺ കുരിശുമലയിലെ ആദ്യത്തെ സ്ഥലം. പക്ഷേ ഭയങ്കര മഞ്ഞാട്ടോ, ഒന്നും കാണത്തില്ല. അപ്പൊ 14 സ്ഥലവും കേറാൻ. പക്ഷെ മഞ്ഞ് അപ്പൊ ഇവിടെ ഇൻഫർമേഷൻ ഉള്ള ചേട്ടൻ തന്നെ പറഞ്ഞു മഞ്ഞ് കാരണം എല്ലാവരുമായിട്ട് ഭയങ്കര പാടായിരിക്കും, ഒന്നും കാണത്തുമില്ല. ഇപ്പോൾ പോയിട്ട് അപ്പൊ ഞങ്ങളിവിടെ സെന്റ് തോമസിന്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അത് കാണാൻ വേണ്ടി. ഇപ്പൊ കൊട ഓടി ചാൻസ് ഉണ്ട്. പക്ഷെ നല്ല മഞ്ഞുള്ളതാണ്. നിങ്ങളുടെ തലയൊക്കെ നനഞ്ഞു കേട്ടോ. ഇഷ്ടപ്പെട്ടോ? Yes, Ethan liked it. Yes, Ethan. Ethan is happy. Yes. സ്റ്റെപ്പുകളിൽ വേർത്തിക്കൊണ്ടല്ലോ, ഭയങ്കര കാറ്റ്. കുടയെല്ലാം പാരച്ചൂട്ട് പറഞ്ഞു പോവുകയായിരുന്നു. കുട ഓടിച്ചില്ല ഭാഗ്യത്തിന്. റിലയൻസ് സ്മാർട്ട് എന്ന് മേടിച്ചാണ്. കുടക്ക് നല്ല സ്ട്രോങ് ആണ് അവിടുത്തെ കുട. പേര് പ്രൊമോഷൻ ഒന്നും അല്ല. അപ്പൊ ഈ കുട ഒടിഞ്ഞില്ല ഭാഗ്യത്തിന്. ഫുള്ളും മഞ്ഞും കാറ്റുമാണ്. കുഞ്ഞായിട്ട് മഴയും വരുന്നുണ്ട്. ഒന്നും കാണാനില്ല. ഇതാണ് നമ്മുടെ ചുറ്റുമുള്ളത്. സോ യു ക്യാൻ സീ സെന്റ് തോമസ് ലിയ. മസ്റ്റ് വിസിറ്റ് ഡ്യൂറിംഗ് റെയിനി സീസൺ. അങ്ങനെ ഞങ്ങൾ വാഗമൺ സമ്മറിലും വന്നു, വിന്ററിലും വന്നു, റെയിനി സീസണിലും വന്നു. 3 സീസൺ
അത് കുഞ്ഞൊരു ഷാപ്പല് പോലെയാന്ന് തോന്നുന്നു. How's the weather here? ഭയങ്കര നൈസ് വെതറാണ്, ഭയങ്കര ഫ്രഷ് എയർ ആണ്. ഞാൻ കൊട തുറന്നതും കുറച്ചുകൂടി കാറ്റിലും പറന്നു പോകുമ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഇവിടുത്തെ നല്ല തണുപ്പല്ലാണല്ലോ. അമ്മമ്മയ്ക്ക് വരാൻ തൊട്ട് പാലാങ്ങയ്ക്ക് അമ്മമ്മയ്ക്കും അമ്മാവ നല്ല സ്ഥലമാണ്, നല്ല തണുപ്പും നല്ല മഞ്ഞയും. ഇപ്പൊ മഞ്ഞ് വീഴുന്നുണ്ട്. കുരിശുമലയുടെ കയറുന്ന അവിടെ തന്നെ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ചാർജ് മോഡിൻ്റെ ആണ് ആപ്പ് വരുന്നത്. ഇവിടെ നമുക്ക് വെഹിക്കിൾ ചാർജ് ചെയ്യാം. ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് സേഫായിട്ട് എവിടെ വേണം കറങ്ങാം. അപ്പോൾ വാഗമണിലൊരു ചാർജ് സ്റ്റേഷൻ ഉള്ള കാരണം നമുക്ക് നോ ടെൻഷൻ, എവിടെ വേണം ചാർജ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. Get down and enjoy. Nice. ഗൈസ്, അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി ചാർജ് ചെയ്ത് വീടിന് കുറേ സ്ഥലങ്ങൾ മുട്ടക്കുന്നില്ല ഞങ്ങൾ കാണിക്കാത്ത, ഞങ്ങളുടെ തന്നെ വേറെ വീഡിയോ ഞങ്ങൾ മുട്ടക്കുന്ന് പോയതിൻ്റെ ഒരു വീഡിയോ അടിപൊളി ഉണ്ട്. അത് കാരണം ഞങ്ങളത് വീണ്ടും കാണിച്ച് മടുപ്പിക്കാതിരിക്കാൻ ഞങ്ങളത് കാണിക്കുന്നില്ല. ഞങ്ങൾ മുട്ടക്കുന്ന് പോയി വേറൊരു ലേക്ക് പോയി. ഇതിൻ്റെ എല്ലാ ലേക്കിൻ്റെ മുട്ടക്കുന്നതിൻ്റെ പ്രീവിയസ് വീഡിയോ ആണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ. ആ രണ്ട് സ്പോട്ടിൽ ഞങ്ങൾ പോയി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ച് വി ആർ ബേക്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല സൂപ്പർ ക്വാണ്ടിറ്റി ഫുഡ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഈ മുട്ടക്കുന്നിന്റെ തൊട്ടടുത്ത് തന്നെ, മുട്ടക്കുന്നിന് തൊട്ടടുത്ത് വാഗമൺ ടൗണിലേക്ക് ഇറങ്ങുന്നതിന്റെ അവിടെ തന്നെയാണ് ഈ സംഭവം വരുന്നത്, ഹോട്ടൽ വരുന്നത്. നല്ല കാർ പാർക്കിംഗ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വേറെ അവിടുന്ന് ഒരു കുട്ടിക്കാന റൂട്ടിലേക്ക് ഇങ്ങനെ ചുമ്മാ വന്ന് കറങ്ങാൻ വന്ന് കുറേ സീനറികളാണ് നമ്മുടെ രണ്ട് സൈഡിലും ഉള്ളത്. അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ പോകണം. ഏകദേശം ഒരു 5:45 തണുപ്പെന്ന് പറഞ്ഞു 21 ഡിഗ്രിയാണ്. 21 ഡിഗ്രി ആയിട്ടുള്ള തണുപ്പുള്ള നല്ല കിടിലൻ തണുപ്പാണ്, മഞ്ഞൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഒരു ഐസ് ക്യൂബിനെ തണുപ്പിക്കാൻ ഇവിടെ വെച്ചാൽ മതി, തണുത്ത് വെച്ചു. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വാഗമൺ ഏരിയ കിടന്ന് കളിക്കുക. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അധികം പേര് മാറുന്നില്ല. അപ്പൊ ഞങ്ങൾ അവിടുന്ന് കുറച്ചുകൂടെ നല്ല റോഡുകളും നല്ല സിനിക് ബ്യൂട്ടി കിട്ടാനായിട്ട് ഞങ്ങൾ അവിടുന്ന് കുറച്ച് മാറി നല്ല എന്താ പറയാ കാണാൻ ഭംഗിയുള്ള മഞ്ഞക്കുള്ള സ്ഥലങ്ങളിലേക്ക്, ഉള്ളേരിയകളിലേക്ക്, അതായത് അധികം വണ്ടികൾ പോവാത്ത സ്ഥലങ്ങളിലേക്ക്. ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ ടൂറിസ്റ്റുകളുടെ തിരക്കില്ല. നല്ല നല്ല രസമുള്ള കാഴ്ചകളാണ് രണ്ട് സൈഡിലും ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉള്ളേരിയയിലേക്കുള്ള വഴികളിൽ കൂടെ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഡ്രൈവായിട്ട് വണ്ടി ഓടിച്ച് പോവാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫുള്ളി എൻജോയ് ചെയ്തു. ഒന്നുകൂടി മഴ സമയത്ത് വരുവാണെങ്കിൽ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. അതെ കാരണം മഞ്ഞെന്ന് പറഞ്ഞല്ലേ, ആ മഞ്ഞ് കാണിച്ചു കൊടുത്ത് ഫുള്ള് മഞ്ഞാണ്. നമുക്ക് ഒരു 50 അടി അപ്പുറത്തേക്ക് കാണുമ്പോൾ പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നത്. അവരാൾ ഓടി വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവരെ കണ്ടു, ഇപ്പഴേ അവരെ ക്ലിയർ ആയി അടുത്ത് വന്നു. അപ്പൊ അങ്ങനെ ഒരു ക്ലൈമറ്റ് ഇവിടെ ഉള്ളേ. അപ്പൊ
അപ്പൊ ഈ ഒരു സമയത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ വാഗമണ്ണ് വരിക, കാഴ്ചകളെല്ലാം കാണാം, യാത്ര ചെയ്യാം, കൂടുതൽ യാത്ര ചെയ്യാം. കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞങ്ങള് മഴക്കാലത്താണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മഴ നിന്നതേ ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.